കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിൽ പ്രതി ഷിംജിതയ്ക്ക് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 6 മാറ്റി. സലാം മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സലാം, എന്താണ് കോടതി പറഞ്ഞത്? കോടതിയിൽ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് ഈ മാസം 6 ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ കോടതി മാറ്റിയിരിക്കുന്നത്. അതിനിടെ നാളെയാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം കോടതി പരിഗണിക്കുന്നത്. അതേ തുടർന്നായിരിക്കും ഒരുപക്ഷെ പോലീസ് റിമാൻഡിലിരിക്കുന്ന പ്രതിയെ കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 21-ാം തീയതിയാണ് ഷിംജിത റിമാൻഡിലാകുന്നത്. ഇന്ന് 14 ദിവസം പൂർത്തിയാവുകയാണ്. ഒരുപക്ഷെ സ്വാഭാവികമായും റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന ദിവസം ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് ഡയറി, അതായത് ഈ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ 6 മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി ജാമ്യാപേക്ഷ മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ കാലാവധി പൂർത്തിയായിട്ടും, റിമാൻഡ് കാലാവധി 14 ദിവസം പൂർത്തിയായിട്ടും ഷിംജിതയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പിൽ ആകെ എത്തിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്.